ഹായ് ഗൈസ്, ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഇലക്ഷൻ റിസൾട്ട് എല്ലാം തന്നെ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അനലൈസേഷൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മലയാള മീഡിയകളിൽ തന്നെ പറയാത്ത പല കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിലോട്ട് അടക്കാം. ആദ്യം തന്നെ ജമ്മു കാശ്മീരിന്റെ കാര്യം ഡിസ്കസ് ചെയ്തിട്ട് ഹരിയാനയിലോട്ട് പോകാം. കാരണം ഹരിയാന ഇച്ചിരി കൂടെ കൂടുതൽ ചർച്ച ചെയ്യാണ്ട്. കാരണം ജമ്മു കാശ്മീരിൽ ഒരു എക്സ്പെക്ട് ചെയ്ത വിക്ടറി തന്നെയായിരുന്നു. പക്ഷെ ഹരിയാനയിൽ വെച്ച് നോക്കുമ്പോൾ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറി. അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ജമ്മു കാശ്മീരിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് ജമ്മു കാശ്മീർ ബി.ജെ.പിനെ വിചാരിച്ചു നോക്കുമ്പോൾ ബി.ജെ.പിക്ക് വലിയൊരു നേട്ടമാണ് കിട്ടിയത്. കോൺഗ്രസിനെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. ഒമർ അബ്ദുള്ളയ്ക്ക് ഏറ്റവും വലിയ വിക്ടറി ഒമർ അബ്ദുള്ളയ്ക്കാണ് കിട്ടിയത്. എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. അതായത് 2014 അവസാനമായി ഈ ജമ്മു കാശ്മീർ ഇലക്ഷൻ നടന്നത്. അതിനുശേഷം ആർട്ടിക്കിൾ 370 എടുത്തു കളിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങൾ അതായത് ബി.ജെ.പി പറഞ്ഞു ഇവിടെ അതായത് ഡെവലപ്മെന്റ് വന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ജമ്മു കാശ്മീരിലെ മുസ്ലിംസ് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് കാശ്മീരിലെ മുസ്ലിംസ് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ അതായത് ഡെവലപ്മെന്റ് വന്നു, സെക്യൂരിറ്റി വന്നു, എല്ലാ കാര്യങ്ങളും. പക്ഷെ അതായത് ഞാനൊരു വീഡിയോ കണ്ടു. അതായത് ഈ ഇലക്ഷന്റെ എല്ലാം മുമ്പാണ്, ഇലക്ഷന്റെ അന്ന് കുറെ ചാനലുകളെല്ലാം വീഡിയോ എടുത്തപ്പോൾ അവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അതായത് ഇവിടെ സെക്യൂരിറ്റി വന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം ഫ്രീ ആയി പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റി, ഡെവലപ്മെന്റ് വന്നു, എല്ലാം വന്നു. ഇതെല്ലാം തന്നെ ബി.ജെ.പി ചെയ്തു എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അവർ പറയാണ് ഇന്നാലും ഞങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യില്ലാന്ന്. അപ്പോൾ നല്ലത് ചെയ്യണോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഐഡിയോളജി ആണോ വലുതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായി പ്രൂവ് ചെയ്യുന്ന ഒരു ഇലക്ഷൻ ആണ് ജമ്മു കാശ്മീർ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ 2014 ബി.ജെ.പിക്ക് 24 സീറ്റുകളായിരുന്നു. എന്നാൽ ഈ ഒരു വട്ടത്തെ അതായത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 29 to 26 എന്ന് പറയുന്ന സംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നുണ്ട്. ഏകദേശം വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇലക്ഷൻ റിസൾട്ടിന്റെ എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കാണും. ഏകദേശം 24ന്റെ മേലെ ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 24ന്റെ മേലെ ആയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് പഴയ സ്റ്റാൻഡ് അവർക്ക് നിലനിർത്താനും പറ്റി. ജമ്മു ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർക്ക് അവിടെ തൂത്തുവാരാനും പറ്റി. അതുപോലെ തന്നെ ഈ കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വട്ടം അതായത് രാവിലെ ആയപ്പോൾ തന്നെ അവർക്ക് ലീഡിംഗ് ആയി ഒരു സീറ്റും കിട്ടിയതാണ്. പിന്നെ അത് പോയതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് ബി.ജെ.പി അവിടെ സ്ട്രോങ് പ്രസൻസ് തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതോടെ വരെ ജമ്മു കാശ്മീർ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ളത് ബി.ജെ.പിക്കാണ്. അതായത് സീറ്റുകൾ ഏറ്റവും കൂടുതലുള്ള നാഷണൽ കോൺഫറൻസിന് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം അതായത് ഈ വോട്ട് ഷെയറിന്റെ കാര്യമൊന്നുമില്ല. അതായത് ഒരു സ്ഥലത്ത് 1,00,000 കിട്ടും, ഒരു സ്ഥലത്ത് 500 കിട്ടും. അപ്പോൾ ഇത് ഡിഫറൻസ് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് ഈ കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ മുസ്ലിംസ് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ടും ബി.ജെ.പിക്ക് അവർ വോട്ട് ചെയ്യില്ല എന്നുള്ളത് ഇതിപ്പോ നമ്മൾ വീഡിയോ എടുക്കുന്ന നമ്മളെക്കാട്ടിലും കൃത്യമായിട്ട് തന്നെ അമിത്ഷയ്ക്കും മോഡിക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒമർ അബ്ദുള്ളയ്ക്ക് ഇവിടെ ഒരു നല്ല വിജയമാണ്. കോൺഗ്രസിന് എന്തുകൊണ്ട് തിരിച്ചടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 ഇലക്ഷനിൽ കോൺഗ്രസിന് 12 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ തമ്മിൽ അതായത് ഒരുമിച്ചാണ് ഇലക്ഷൻ നിന്നെങ്കിലും എന്നാൽ ഈ വട്ടത്തെ ഇലക്ഷനിൽ കോൺഗ്രസ് വെറും 6 സീറ്റുകൾ മാത്രമോ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ 6 സീറ്റും കൂടെ കൂട്ടിയിട്ട് ഒമർ അബ്ദുള്ളയ്ക്ക് ഏകദേശം 49 to 53 വരെ അവർക്ക് കാണിക്കുന്നുണ്ട്. എന്തായാലും ഒമർ അബ്ദുള്ള തന്നെ അവിടെ ഭരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏകദേശം വോട്ടെല്ലാം തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾറെഡി എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് എല്ലാം നടന്നത്. ബി.ജെ.പിക്ക് ഓൾറെഡി എക്സിറ്റ് പോളും പറഞ്ഞിരുന്നു 27 to 28 സീറ്റുകളിൽ. അപ്പോൾ അതേപോലെ തന്നെ മാക്സിമം പറഞ്ഞ ആ ഒരു സീറ്റുകൾ തന്നെ ബി.ജെ.പി നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന് ഇവിടെ ചെറിയൊരു ബാക്ക് ഫയർ ആയെങ്കിലും പക്ഷേ കോൺഗ്രസിനും അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസിനും കൂടെ ഒരുമിച്ച് നിന്ന് ഇവിടെ ഭരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇനി അതായത് ഗവർണറുടെ പ്രശ്നമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവിടെ തനിച്ച് അതായത് അവർക്ക് ഭരിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ കോൺഗ്രസ് തനിച്ച് നിന്ന് വേറെ ഏതെങ്കിലും പാർട്ടിയുടെ കൂടെ നിന്ന് ജയിക്കുകയാണെങ്കിൽ ഞാൻ അതായത് ഇച്ചിരി കൂടെ ഹാപ്പിയാണ്. പക്ഷെ ഒമർ അബ്ദുള്ള എന്ന് പറയുന്ന അദ്ദേഹനെ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അദ്ദേഹം ഈ പ്രചരണത്തിലെല്ലാം തന്നെ ആർട്ടിക്കിൾ 370 കൊണ്ടുവരും എന്ന് പറഞ്ഞ ആ ഒരു കാര്യവും അതുപോലെ തന്നെ പാകിസ്ഥാനുമായി ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യവും ഇതൊന്നും തന്നെ എനിക്ക് അത്ര താല്പര്യപ്പെട്ടില്ല. ഇത് എന്റെ അഭിപ്രായമായിട്ടോ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് വേറെ ഉണ്ടാവും. അപ്പോൾ ഒമർ അബ്ദുള്ള പറയുന്നത് ശരിയാന്ന് തോന്നും. ഇനി നമ്മുടെ പ്രധാനമായിട്ടും ഹരിയാനയിലോട്ട് വരാം. ഹരിയാന എന്താണ് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അതായത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ മീഡിയസും അതായത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മീഡിയസും പറഞ്ഞു അതായത് ഇനി താമര ഇന്ത്യയിൽ ഉദിക്കില്ല, താമരയുടെ അതായത് ഷൈനിങ് എല്ലാം കഴിഞ്ഞു, താമര വാടി. അതായത് ഇത് തന്നെയാണ് രാവിലെ 10-10:30 വരെ എങ്ങാണ്ട് ഞാൻ ന്യൂസ് അതായത് രാവിലെ നോക്കിയിട്ട് ഏകദേശം കടയിൽ പോയി വന്ന് ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നേരെ തിരിഞ്ഞു മറിയായിരുന്നു. ആദ്യത്തെ ഏകദേശം സമയങ്ങളിലും കോൺഗ്രസ് 70, ബി.ജെ.പി 10 എന്നുണ്ടായിരുന്നു. കാരണം പോസ്റ്റൽ വോട്ടെല്ലാം തന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ അതായത് ഇവിടെയാണ് ഡയറക്റ്റ് ആയിട്ട് ബി.ജെ.പി വേഴ്സസ് കോൺഗ്രസ് എന്ന് നോക്കുക. അപ്പോൾ ഈ ബി.ജെ.പി വേഴ്സസ് കോൺഗ്രസ് എന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു പാർലമെന്റ് ഇലക്ഷൻ പോലെ തന്നെ അതായത് ഡയറക്റ്റ് ആയിട്ട് രണ്ട് പാർട്ടിയും എതിർക്കുക. ഇതിലാണ് ടഫ് ഫൈറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നലെ വരെ എക്സിറ്റ് പോൾ എല്ലാം പറഞ്ഞിരുന്നത് കോൺഗ്രസിന് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാവും, അതായത് ഏകദേശം 60 സീറ്റുകളോളം കോൺഗ്രസ് ജയിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ റിസൾട്ട് വന്ന് ആദ്യത്തെ സമയങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസും പ്രതീക്ഷ പോലെ തന്നെ അവർക്ക് നല്ല ലീഡെല്ലാം കിട്ടിയിരുന്നു.
അപ്പോൾ ഇന്നലെ തൊട്ട് കോൺഗ്രസ് അതായത് ഓഫീസിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പടക്കം പൊട്ടിക്കലും പടക്കമെല്ലാം മേടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 10:30 വരെ അവർ നല്ല പടക്കം പൊട്ടിക്കലായിരുന്നു ഉണ്ടായിരുന്നത്, അത് എണ്ണി തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അതിനുശേഷം പിന്നീട് പടക്കങ്ങളെല്ലാം എടുത്തു വെക്കേണ്ട അവസ്ഥയാണ് അവർക്ക് വന്നത്. അത് ഏകദേശം 11-11:30 ആയി കഴിഞ്ഞപ്പോൾ തന്നെ നേരെ വിക്ടറി എല്ലാം തന്നെ തലകീഴായി മാറി എന്ന് പറയാം. കാരണം അതായത് മേലെ ഉണ്ടായിരുന്ന കോൺഗ്രസ് താഴോട്ട് പോയി, താഴെ ഉണ്ടായിരുന്ന BJP മേലോട്ട് വന്നു. അപ്പോൾ ഇവിടെ BJP മൂന്നാമത്തെ വട്ടം വരില്ല എന്ന്, കാരണം അതായത് BJPക്കും വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത പോലെയായിരുന്നു കണ്ടിരുന്നത്. കാരണം അധിക വട്ടം അതായത് നരേന്ദ്രമോദി ഒന്നും തന്നെ അവിടെ പോയി പ്രചരണം എല്ലാം ചെയ്തില്ല. കാരണം അതായത് 3 വട്ടം തുടർച്ചയായിട്ട് ഹരിയാനയിൽ ജയിച്ച ഒരു പാർട്ടി ഇതുവരെ ഇല്ല. ഇത് ആദ്യമായിട്ടാണ് ഹിസ്റ്ററി തന്നെ ബുക്കാവുന്നത് അറിയില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 50, അതുപോലെ തന്നെ 36, 34 ആ ഒരു റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്. ഏകദേശം അത് തന്നെയായിരിക്കും മുന്നോട്ട് പോകാനും സാധ്യത എന്നാണ് ഞാൻ പ്രെഡിക്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എക്സിറ്റ് പോളിനാണ് വലിയ തിരിച്ചടി കിട്ടുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ 400 NDAക്ക് കിട്ടും എന്ന് പറഞ്ഞ അതേ എക്സിറ്റ് പോൾ 240 BJPക്കും 292 NDAക്കും കിട്ടിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയും നേരെ തിരിഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും ജാട്ട് സമൂഹം വരെ BJPക്ക് ഈ വട്ടം വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. BJP പ്രധാനമായിട്ടും ഇവിടെ കാസ്റ്റ് പോളിറ്റിക്സ് വ്യത്യാസമായിട്ട് അവർ മറ്റു കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തത്. ഇവിടെ പ്രധാനമായിട്ടും ഹരിയാനയിൽ കോൺഗ്രസ് ഈ കാസ്റ്റ് പോളിറ്റിക്സ് അതായത് ഡിവൈഡ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. ആ വോട്ടെല്ലാം കിട്ടുന്നത്, അതായത് ജാട്ടിന്റെ വോട്ട് അങ്ങനെയുള്ളത്. അപ്പോൾ ഈ കാസ്റ്റ് പൊളിറ്റിക്സ് എല്ലാം തന്നെ ഇനി ഔട്ട്ഡേറ്റഡ് ആണെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ റിസർവേഷൻ എല്ലാം എടുത്തു കളയും എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്കെല്ലാം ഇത് വലിയൊരു ബാക്ക് ഫയർ ആയി മാറി എന്നുള്ളതിൽ യാതൊരു വിധ വ്യത്യാസവുമില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതായത് ജമ്മു കാശ്മീരിനെ കുറിച്ച് നമ്മുടെ മീഡിയാസും അതുപോലെ തന്നെ കോൺഗ്രസും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഹരിയാനയിൽ തോറ്റു എന്ന് പറഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ EVM ഹാക്ക് ആയതാന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കാണാം. ട്വിറ്ററിലെല്ലാം തന്നെ അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അതായത് BJP ആൾക്കാർ തോറ്റ പോലെയും കോൺഗ്രസ് ആൾക്കാർ ജയിച്ച പോലെയുമാണ് കണ്ടത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതായത് അന്നേ അവര് തോറ്റ മെന്റാലിറ്റിയിലാണ് BJP അന്ന് തൊട്ടേ വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്ത് ഇവിടെ ജയിക്കാൻ പറ്റി. പക്ഷെ അന്ന് തൊട്ട് കോൺഗ്രസിന് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഇനി ഞങ്ങളുടെ കാലമാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് അന്ന് തൊട്ടേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയാണ് അവർക്ക് ഇവിടെ ബാക്ക് ഫയർ ആയത്. എങ്ങനെ ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് ഓവർ കോൺഫിഡൻസ് ബാക്ക് ഫയർ ആയോ അതേപോലെ തന്നെ കോൺഗ്രസിനും ബാക്ക് ഫയർ ആയി. കോൺഗ്രസിന് പല കാര്യത്തിലും അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരവരുടെ അതായത് പണ്ടത്തെ കോർ ഐഡിയോളജിയിലോട്ട് വീണ്ടും പോയാൽ മാത്രമോ കോൺഗ്രസിന് ഇനിയും ഒരു ബാക്ക് ഫയർ കിട്ടുള്ളൂ. അല്ലാണ്ട് അതായത് BJP എന്ന് പറയുന്നത് ഒരു റിലീജിയൻ ബേസ്ഡ് ആയ പാർട്ടി തന്നെയാണ്. അതായത് അവര് പുറമെ എന്ത് സെക്യുലർ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ പ്രധാന ഐഡിയോളജി RSSന്റെയാണ്. അപ്പോൾ RSS എന്ന് പറയുന്നത് ഹിന്ദു ആൾക്കാരുടെ ഇതാണ്. അതുകൊണ്ട് തന്നെ BJPനെ ഇത് എതിർത്ത അതായത് ഡയറക്റ്റ് ആയിട്ട് ഹിന്ദു ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് എതിർത്ത് കഴിഞ്ഞാൽ ഹിന്ദു വോട്ടും കൂടെ BJPക്ക് വീണ്ടും വീണ്ടും കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ മീഡിയാസ് എല്ലാം തന്നെ വലിയ രീതിയിൽ വലിയ സങ്കടമാണ്. കാരണം അതായത് കോൺഗ്രസ് തോറ്റു, അതായത് പലരും പടക്കം പൊട്ടിക്കാൻ വെച്ച പടക്കങ്ങളെല്ലാം ഇപ്പോൾ OLXൽ വെച്ച് വിൽക്കേണ്ട അവസ്ഥയായി. കാരണം അത്രമാത്രം വലിയ വിക്ടറിയാണ്. അത് ഈവൻ BJP പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു വിജയത്തിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുന്നത്? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.